ഹായ് ഡിയേഴ്സ്, എസ് ജി ആണ്. സൈലത്തിലെ ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റിയാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് 3 വിഭാഗം ആളുകളെ കുറിച്ചാണ്. ഓണം എക്സാമിനേഷന് ശേഷമുള്ള ഒരു 3 വിഭാഗം ആളുകൾ. ആദ്യത്തെ വിഭാഗം എക്സാമിനേഷനെ ഒരു താല്പര്യവും കൂടാതെ, എന്ന് വെച്ചാൽ സ്കൂളുകാർ നടത്തുന്ന പരീക്ഷയാണ്, ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഈ എക്സാമിനേഷന്, ഈ മാർക്ക് കൊണ്ട് എനിക്കൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല, സോ ഞാനിത് എഴുതുന്നില്ല എന്ന് തീരുമാനിച്ച പരീക്ഷ എഴുതാതിരുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ഒരു ആവറേജുകാരാണ്. എന്ന് വെച്ചാൽ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് കൃത്യമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല, എന്നാൽ എല്ലാവരും എഴുതാൻ പോകുന്നുണ്ട്, ഞാനും എഴുതാൻ പോയിക്കളാം, അതുപോലെ തന്നെ ഫെർദർ കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ സ്കൂളുകളിൽ നിന്നും പ്രഷറോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും വീട്ടുകാരെ ബോധിപ്പിക്കാനും വേണ്ടിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോയ വിഭാഗം ആളുകൾ. ഇതൊരു വലിയ വിഭാഗം ആളുകളാണ്. ലാസ്റ്റ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എല്ലാം വളരെ കൃത്യമായി പഠിക്കുകയും അതുപോലെ തന്നെ നന്നായി പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ വിഭാഗം ആളുകളുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ 3 വിഭാഗം ആളുകൾ. ഏതായാലും എക്സാമിനേഷൻ കഴിഞ്ഞു, പേപ്പറെല്ലാം കിട്ടി അല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓണം എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു അവസരമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പബ്ലിക് എക്സാമിനേഷന് മുമ്പേ ഉള്ള വെറും 3 പരീക്ഷകളാണ്. അതിൽ ഒന്നാമത്തതാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ പരീക്ഷ എന്തുകൊണ്ട് ഇത്ര റിസ്ക് ഒക്കെ എടുത്തിട്ട് ടീച്ചേഴ്സ് സ്കൂളിൽ നിങ്ങൾക്ക് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതാണ് അതിൻ്റെ കാരണം. പബ്ലിക് എക്സാമിനേഷൻ നേരിടാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സാംസ് അതിനു മുമ്പേ എഴുതുന്നത് വളരെ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കാരണം എത്ര നമ്മൾ പഠിക്കുകയാണെങ്കിലും എത്ര നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് പരീക്ഷകൾ എഴുതി ശീലിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ എക്സാമിനേഷനാണ് ഇപ്പൊ കഴിഞ്ഞത്. ചില ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല, ചില ആളുകൾക്ക് നന്നായി ഉപയോഗിക്കാൻ സാധിച്ചു. ഏതായാലും ഇനി വരാൻ പോകുന്നത് 2 മാസങ്ങൾക്ക് അപ്പുറത്തുള്ള നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ആണ്. ഈ ഹാഫ് ഇയർലി എക്സാമിനേഷന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഈ ഹാഫ് ഇയർലി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു ചെറിയ ടൈം പീരീഡിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് എടുക്കുകയും ആ ചാപ്റ്റേഴ്സിന്റെ ഒരു എക്സാമിനേഷൻ നടത്തുക അല്ലെ. ഓണം എക്സാമിനേഷന് 2 യൂണിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചില സ്കൂളിൽ 1 യൂണിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ കുഞ്ഞു പരീക്ഷയായിരുന്നു. ഏറ്റവും നല്ല കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാർക്ക് കിട്ടി ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നല്ല കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടാവും. ഏതായാലും ഹാഫ് ഇയർലി എക്സാമിനേഷന് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു പരീക്ഷയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ടഫായിരിക്കും എക്സാമിനേഷൻ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോഴേ ഒന്നും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തോൽവിയിലേക്കായിരിക്കും പോവുക. ഏതിന് ഹാഫ് ഇയർലി എക്സാമിനേഷനില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തോൽവിയിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇപ്പൊ നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 2 മാസമേ ഉള്ളൂ അല്ലേ. നോക്ക്, ഈ ഹാഫ് ഇയർലി എക്സാമിനേഷന് 2 മാസമേ ഉള്ളൂ. ഈ 2 മാസവും നമുക്ക് തീർക്കാനുള്ള അവിടെ ചാപ്റ്റേഴ്സിന്റെ എണ്ണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എത്ര ചാപ്റ്റേഴ്സാണ് നോക്കുക? 1, 2, 3, 4 യൂണിറ്റുകൾ കംപ്ലീറ്റ് ഉണ്ട്. മൊത്തം നമുക്ക് 6 യൂണിറ്റാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 6 യൂണിറ്റിൽ 4 യൂണിറ്റിന്റെ പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ 4 യൂണിറ്റിൽ 3ഉം 4ഉം യൂണിറ്റുകൾ ഇപ്പോൾ എടുത്ത് തീർക്കണം. അതിനിടയ്ക്ക് സ്കൂളുകളാണെങ്കിൽ ഒരുപാട് പരിപാടികളാണ് അല്ലെ. അനിയാണ് നമ്മളെ പരിപാടികളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പൊ തുടങ്ങി കുറെ പരിപാടികളൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് നമുക്ക് എന്ത് വരാൻ പോകുന്നത്, ഈ എക്സാമിനേഷൻ. അപ്പൊ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി സബ്ജക്ട്സും ലാംഗ്വേജിന്റെ സാധ്യത കുറവാണ്. ഒരുപാട് സ്പെഷ്യൽ ക്ലാസ്സുകളും മോർണിംഗ് ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടായിരിക്കും എക്സാം ഈ പറയുന്ന പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്നത്. നമുക്ക് പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസിന് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും നമ്മളെ ഒരു ട്രാപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാംസ് എന്ന് പറയുമ്പോൾ. കാരണം ഇതിൻ്റെ ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ശേഷം നമുക്ക് വരാൻ പോകുന്ന ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ, 3ാമത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാമിനേഷൻ ആണ്. ജനുവരി മാസം കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡിസംബർ എക്സാമിനേഷന്റെ ഒരു ചെറിയ വെക്കേഷൻ, ന്യൂ ഇയർ ആയി, എന്ത് കഴിഞ്ഞു, ജാനുവരിയിലാണ് നമ്മുടെ ഈ പറയുന്ന 2 യൂണിറ്റ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ശേഷമുള്ള 5-6 യൂണിറ്റ് കവർ ചെയ്യാനുണ്ട്. ശേഷം ഫെബ്രുവരി പകുതി ആകുമ്പോഴേക്കും നമ്മുടെ മോഡൽ എക്സാമായി, പബ്ലിക് എക്സാമായി മാർച്ചിൽ. എവിടെയാ സമയം തന്നെയുള്ളത്? അപ്പൊ നമ്മൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വീഡിയോ വന്നു, ഈ ആഴ്ചയിലെ ഒരു വീഡിയോ വന്നു? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരും ഇപ്പോഴും ആ ഒരു പഴയ വിസ്മൃതിയിലാണ്. 10ാം ക്ലാസ് ഒക്കെ പോലെ നമ്മൾ അങ്ങനെ പഠിക്കൊന്നും വേണ്ട, എനിക്ക് കഥയൊക്കെ അറിയാം, ഇംഗ്ലീഷ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ അങ്ങനെ പോകും. പക്ഷെ ഒരു വലിയ ചതി അതിനകത്ത് ഒളിഞ്ഞിരിക്കേണ്ട മക്കളെ. നിങ്ങളെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചറിയാം. ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു, ഇംഗ്ലീഷിൽ ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല അല്ലെ. നിങ്ങളിപ്പോ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ അത്ര സീരിയസ് ആക്കില്ല, കാരണം നമ്മൾ അത്ര സീരിയസ് ആയിട്ടില്ല കണ്ടിട്ടില്ല ഈ പരീക്ഷനെ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ +1 പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞ്
നിങ്ങൾ പല ആളുകളും ഒന്ന് സങ്കടപ്പെടും, അല്ലെങ്കിൽ ഒന്ന് ടെൻഷൻ അടിക്കും. എന്താ കാരണം? റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാം പഠിച്ചിരുന്നല്ലോ, തലേ ദിവസത്തെ മാരത്തോൺ കംപ്ലീറ്റ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഫുൾ മാർക്കിലേക്ക് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച മാർക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല, എൻ്റെ ഒരു A+ നഷ്ടമായല്ലോ. നഷ്ടപ്പെടും കേട്ടോ, നഷ്ടപ്പെടും. എന്താ കാരണം? +1ലെയും +2ലെയും മാർക്ക് ആഡ് ചെയ്തിട്ട് ഔട്ട് ഓഫ് 200 നമ്മുടെ A+ നിർണ്ണയിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? +1 നല്ല മാർക്ക് പറഞ്ഞു, ഇനി +2 ഞാൻ ഗംഭീരമാക്കുമെന്ന് കരുതിയിട്ട് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? കാരണം ഇവിടെ പേടിക്കേണ്ട മാർക്ക് നമ്മൾ കൃത്യമായിട്ട് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എന്ത് തല കുത്തി പറഞ്ഞാലോ അവിടെ ഫുൾ മാർക്ക് വാങ്ങിയാലും ചിലപ്പോൾ നമുക്ക് A+ കിട്ടിക്കൊള്ളുന്നില്ല. റെഡിയല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചതിയുള്ളത്. സോ ആദ്യത്തെ വിഭാഗം ആളുകളും രണ്ടാമത്തെ വിഭാഗം ആളുകളും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇനിയെങ്കിലും നമ്മുടെ എക്സാമിനേഷനെ സീരിയസ് ആയിട്ട് കാണണം. ഓക്കെ, ലാംഗ്വേജ് എക്സാം ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി ആണെങ്കിലും അറബിക് ആണെങ്കിലും മലയാളം ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ നമുക്കറിയാം, ഈസിയാണ്. അങ്ങനെയല്ല, ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിന്റെ കേസിൽ മറ്റ് ലാംഗ്വേജുകളെ പോലെയല്ല, മറ്റ് ലാംഗ്വേജുകൾക്ക് കുറച്ചുകൂടെ ഈസിയാണ് മാർക്സ് സ്കോർ ചെയ്യാൻ. അത് നിങ്ങൾ അത്ര എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഈ പറഞ്ഞ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത്ര എളുപ്പത്തിൽ നമുക്ക് മാർക്സ് വാങ്ങാൻ കഴിയില്ല. എന്നാൽ ചില ടെക്നിക്സുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, എക്സാമിനേഷന്റെ ഒരു ടെക്നിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ പില്ലേഴ്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എല്ലാ മാസങ്ങളും ഈ എല്ലാ ആഴ്ചകളും ഈ എല്ലാ ദിവസങ്ങളിലും ഒക്കെ ഇംഗ്ലീഷിനും കൂടെ ഒരു സമയം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർക്കിലേക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ സാധിക്കും. അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. തലേ ദിവസം എന്താ പറയാ, നമ്മൾ തലകുത്തി മറിഞ്ഞിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സാധനമല്ല. അവിടെയൊക്കെ നമ്മളൊരു ആവറേജുകാരനായിട്ട് പോകാനാണ് സാധ്യത. നമുക്ക് പഠിക്കാൻ ഇത്രയും ഡിസ്കോഴ്സസ് ഉണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത്രയും ഗ്രാമർ പോയിന്റ്സും നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊന്നും എന്തെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഗ്രാമറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഗ്രാമർ നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ടോ ഒക്കെ നമുക്ക് ഒന്നും അറിയാത്ത ആൾക്ക് പോലും പഠിച്ചെടുക്കാം. അത്രയും കുറച്ച് ഗ്രാമറേ നമുക്ക് വരുന്നു, ഒരു 10 മാർക്കിന്റെ ഗ്രാമറേ വരുന്നുള്ളൂ. അത് നമ്മൾ കുറെ കേട്ട് പരിചയമുള്ള റിപ്പോർട്ടഡ് സ്പീച്ചും അതുപോലെ തന്നെ ആർക്കും ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ കോഹേസീവ് ഡിവൈസസും അതുപോലെ എഡിറ്റിംഗ് ഒക്കെയാണ്. പേരൊക്കെ ഗംഭീരമായിരിക്കെങ്കിലും ചെയ്താൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാണ് നമുക്ക് കിട്ടും. പക്ഷെ എഴുത്ത് അങ്ങനെയല്ല. ഒരു 2.5 പേജിന്റെ 8 മാർക്കിന്റെ ചോദ്യമൊക്കെ എഴുതാൻ നമ്മൾ എന്താ എഴുതാമായിട്ട് പോകും നമ്മൾ ആലോചിക്കുക. ഓക്കെ, അതിങ്ങനെ എഴുതി നമ്മൾ ശീലമായിട്ട് വരണം. എന്ത് എഴുതണം എന്നുള്ളത് ആദ്യമേ നമ്മൾ തയ്യാറെടുപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു 2-2.25 മണിക്കൂറിൽ നമ്മൾ ഇത് 80 മാർക്കിന്റെ ഈ സാധനം മുഴുവൻ എഴുതി തീർത്തിട്ടുള്ള ഒരു പരീക്ഷയില്ല നമുക്ക് അത്യാവശ്യമുണ്ട്. സോ ഇവിടെയാണ് ഞാൻ സൈലത്തിന്റെ ഇനിയുള്ള പ്ലാനിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നിങ്ങളെ കൃത്യമായ എന്താ പറയാ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട്, ലാംഗ്വേജ് ഇംഗ്ലീഷിന്റെ ഒരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സോ ഇനി നിങ്ങൾക്ക് സ്ഥിരമായി നമ്മുടെ ചാനൽ എന്ത് കിട്ടും, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കിട്ടും, ചാപ്റ്റേഴ്സിന്റെ അപ്ഡേറ്റ്സ് കിട്ടും, പറഞ്ഞ ഡിസ്കോഴ്സസിന്റെ അപ്ഡേറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ ഗ്രാമറിന്റെ അപ്ഡേറ്റ്സ് കിട്ടും. സോ സ്റ്റേ ട്യൂൺഡ്, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഒരു എയിം നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ആ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കണം, നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ, നിങ്ങളെന്ന് അവിടെ എത്തിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം അധ്യാപകർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾ കൃത്യമായ നിങ്ങളുടെ കാര്യത്തിലേക്ക്, ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു മുന്നേറാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.